എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പ്രധാനമായും പേരൻസിനും ടീച്ചേഴ്സിനും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. സ്കൂളെല്ലാം തുറന്നു, കുട്ടികളെല്ലാം സ്കൂളിൽ പോകാൻ തുടങ്ങി. ഏതാണ്ട് കുട്ടികളുടെ ഒരു നോർമൽ ആൻഡ് ഡേ ടു ഡേ ഒരു പ്രാക്ടീസിനെല്ലാം തുടക്കം കുറിച്ചു. ഇതിൽ പ്രധാനമായി നാം ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്ന ഒരു കാര്യം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ ടീച്ചേഴ്സും കുട്ടികളുടെ പേരൻസ് ഇങ്ങനെയുള്ളൊരു 3 ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു വാർത്തകളാണ് നാം പ്രതിപാദിക്കുന്നത്. ചില അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കി അവർ നല്ല പഠിത്തത്തിലൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. മറ്റ് ചില അമ്മമാർ രാവിലത്തെ സ്കൂൾ ബസ്സും കാത്തു നിൽക്കും, എത്രയും വേഗം ആ കുട്ടികളെ ക്ലാസ്സിലേക്കൊന്ന് ഡിസ്പോസ് ചെയ്ത് വിട്ട് തിരിച്ച് 3:30-4 മണിക്കൂർ റിസീവ് ചെയ്യുന്നത് ഇവർ ഫ്രീ ടൈം ആയിരിക്കും. ഈ അമ്മമാർ പല ഫോണിൽ എന്തെങ്കിലുമൊക്കെ കയറി ഇവരുടെ പ്രധാന ഒരു ഉദ്ദേശം കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ പിന്നെ ടീച്ചറായിക്കൊള്ളുകയല്ല, ആ തലവേദന തീർന്നെന്ന് ആസ്വദിക്കുന്ന ഒരു ചില അമ്മമാർ, എല്ലാവരുമല്ല, വളരെ എണ്ണത്തിൽ കുറഞ്ഞ, പക്ഷെ അവർ വളരെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. വേറൊരു തലമുറ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിവരം അറിയാൻ ടീച്ചർമാരെ വിളിക്കാറുണ്ട്, വിവരങ്ങളറിയാൻ. ഇതാണ് നിൻ്റെ ഇതിവൃത്തം. എന്നാൽ സ്കൂളിൽ വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയും അവരുടെ സൈഡിൽ നിന്ന് വരുന്ന കമൻസുകൾ വളരെ അപ്രതീക്ഷിതമാണ്. നാം ചോദിക്കാൻ അറയ്ക്കുന്ന ക്വസ്റ്റ്യൻ അവർ യാതൊരു കുശലമില്ലാതെ ചോദിക്കും. കമൻറ്റ് ചെയ്യുന്നത് വളരെ അവരുടെ ഒരു ഹാബിറ്റ്സാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കാം, ശരി തന്നെയാണ്. ചില കുട്ടികൾ ടീച്ചറോട് ചോദിക്കും, ടീച്ചർ കല്യാണം കഴിച്ചോ? അത് എങ്ങനെ ടീച്ചർ മറുപടി പറയാമെന്ന് പറഞ്ഞാൽ അറിയില്ല. ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കഴിച്ചില്ല, അതിന് വേറൊരു ക്വസ്റ്റ്യൻ, അതിനും ടീച്ചർ മറുപടി കൊടുക്കണം. അതിന് ടീച്ചർ നല്ലൊരു ഡ്രസ്സ് ഇട്ട് തന്നാൽ അടിപൊളി, അതും പിള്ളേരുടെ കമൻസാണ്. അതങ്ങനെ ടീച്ചർ ഇതിനെല്ലാം മറുപടി പറയണം, ഒപ്പം ഇവരുടെ പഠിത്ത കാര്യവും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്, ഒട്ടും കുറവല്ല. ഇനി ടീച്ചർ സ്കൂളെല്ലാം വിട്ടുപോയി കഴിഞ്ഞാൽ പേരൻസിൻ്റെ വക ഫോൺ നമ്പർ, ഫോൺ കോളുകൾ ടീച്ചറിന് വരും. അതിന് സമയമൊന്നുമില്ല, ഇത് ശ്രദ്ധിക്കത്തുമില്ല. പാവം ഈ ടീച്ചർ ഇവരെ പോലെ തന്നെ സ്കൂളിലെത്തി, സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഒത്തിരി പണി കാണും. അവർക്ക് പാചകം ചെയ്യണം, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാക്കും, അവരവരുടേതായ രീതിയിൽ തിരക്കായിരിക്കും. അപ്പോൾ ഇതിൽ ആ സമയമോ അവരെക്കുറിച്ച് ചിന്തിക്കാത്തവരോട് ചോദിക്കും, ടീച്ചറെ എൻ്റെ മോളെയോ മോനോ ടീച്ചർ വഴക്ക് പറഞ്ഞല്ലോ. ഞങ്ങൾ മക്കളെ ഒരിക്കലും ഞങ്ങൾ വഴക്ക് പറയാറില്ല. ഇതായിരിക്കും ഒരു കൂട്ടരുടെ കംപ്ലയിൻറ്റ്സ്. അതിന് ടീച്ചർ എന്ത് മറുപടി പറയും? രണ്ടാമത്, കുട്ടികളുടെ കംപ്ലയിൻറ്റ് പാരൻസിനോട്, ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു. അത് കുഞ്ഞുങ്ങളെ ഒരിക്കലും വഴക്ക് പറയാത്ത പേരൻസിന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചോദിക്കുന്നത്, ടീച്ചർ എന്തിനാണ് എൻ്റെ മോനെ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞത്? ഞങ്ങളങ്ങനെയൊന്നും ചെയ്യില്ല. അതും ടീച്ചറിനിട്ട് കിട്ടുന്ന ഒരു പണി. ഇനി വേറൊരു കൂട്ടരുണ്ട്, ടീച്ചറെ അവനെ കുട്ടികൾ ഒത്തിരി തല്ലി, അതെന്താ ടീച്ചർ ഇടപെടാത്തേ? അപ്പോൾ ടീച്ചർ തന്നെ വിധികർത്താവണം. ടീച്ചർ എപ്പോഴും പ്രതി കൂട്ടില്ല. ഇനി ഇവർ ഈ ടീച്ചറെ വിളിക്കുന്ന സമയം ഇവരതൊന്നും നോക്കുന്നില്ല. അവരുടെ കുട്ടികളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടിയുള്ളൂ, ഒരു ടീച്ചറെക്കുറിച്ച് ചിന്തിക്കില്ല. പ്രധാനമായി ടീച്ചർമാരും
ടീച്ചേഴ്സല്ല ബോഡികളിൽ പാരൻസ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ എല്ലാ ചുമതലകളും ടീച്ചറിൻ്റെ പിടലിക്കാണെന്ന് വിചാരിക്കുക. അത് വളരെ മോശമാണ്. അവിടെ അതിൻ്റെ കുറഞ്ഞ 25 കുട്ടികൾ കുറയാതെ പിള്ളേർ പലവിധ സ്വഭാവത്തിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ എന്തെങ്കിലും ടീച്ചർ ശകലമൊന്ന് നീ എന്തുകൊണ്ട് പഠിച്ചില്ല, പഠിക്കണ്ടേ, ഹോംവർക്ക് ചെയ്തോ, ഒന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ടാൽ അതിനെ വലിയൊരു ഇതായി കാണിച്ച് പേരൻസിനോട് പറഞ്ഞാൽ പേരൻസ് അതേ ഇതിൽ തന്നെ ദാർഷ്ട്യത്തോടു കൂടി ടീച്ചറെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അത് ഒഴിവാക്കുക. അത് ടീച്ചറും ഹ്യൂമൻ ബീയിങ്ങാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കൂളിൻ്റെ കാര്യത്തിൽ കുട്ടികളെ നോക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഡിഫറൻറ്റ് സംസ്കാരത്തിൽ നിന്നും വരുന്ന കുട്ടികളാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിൽ പ്രധാനമായി വേണ്ടത് ഈ ടീച്ചേഴ്സിനെ വിളിക്കുമ്പോഴും ഒരു സമയം കണ്ടെത്തുക. അവരുടെ ഒരു കൺവീനിയൻറ്റ് ടൈം കൂടെ വേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഫോൺ ചെയ്ത ടീച്ചർ തിരക്കാണെങ്കിൽ പറയാം, ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ ടീച്ചർ അറ്റ്ലീസ്റ്റ് ഒരു ആസ്വാദമാക്കി. ഇതില്ലാതെ അവരുടെ സമയം ഒന്ന് നോക്കൽ, ഇവരുടെ കംപ്ലൈൻറ്റ് അങ്ങ് പറയുക, വളരെ മാനസികമായിട്ട് ഒരു ഉപദ്രവമാണിത്. അതുകൊണ്ട് പേരൻസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്കൂൾ മാനേജ്മെൻറ്റ് ഇതിന് പ്രത്യേക ഒരു സമയം നിശ്ചയമുണ്ട്. എല്ലാ സ്കൂളിലും ഉള്ളതാണ് പാരൻസ് മീറ്റ്, ചിൽഡ്രൻസ് മീറ്റ് എന്നൊക്കെ പറഞ്ഞ് അന്നായിരിക്കണം ഇപ്പോൾ എല്ലാം കാണുക. അഫ്കോഴ്സ് ചില പേരൻസിന് ഒരു രീതിയിലും ആ പേരൻസ് വേണ്ടി ഒന്നിനും വന്നെത്താൻ വയ്യാത്ത സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ, ഒത്തിരി ദൂരെയുള്ളവരായിരിക്കും, അവർ തീർച്ചയായിട്ടും അവർ വിളിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. അത് പ്രത്യേക ഒരു നോട്ട്സ് അവരെ അഡ്മിഷൻ ചെയ്യാൻ നേരത്തേക്ക് തന്നെ ഒന്ന് ടീച്ചേഴ്സിനെ പറഞ്ഞറിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇതിലേറ്റവും നല്ലൊരു കോർഡിനേഷൻ ഉണ്ട്. ടീച്ചറും പേരൻസും കുട്ടികളുടെയും നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാകണം. അതായത് അതിൽ കുറച്ച് സത്യസന്ധത പുലർത്തണം. അത് പേരൻസ് ആയിരുന്നാലും ടീച്ചറായിരുന്നാലും. പേരൻസ് ഏറ്റവും ശ്രദ്ധിക്കണം തങ്ങളുടെ കുട്ടികൾക്കുള്ള വീക്ക്നെസ്, അവർക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ടീച്ചറിനോട് കാര്യം കൂട്ടി പറഞ്ഞാൽ അതനുസരിച്ച് ടീച്ചറിന് ടാക്കിൾ ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും. അതല്ലാതെ വീട്ടിൽ കുസൃതിത്തരം കാണിക്കുന്ന കുട്ടികൾ, എൻ്റെ കുട്ടികൾ നല്ലതാണെന്ന് വെള്ളപൂശി ഒരിക്കലും പേരൻസിനോട് പറയുന്നത് അത് നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യുന്നു, നിങ്ങളെ കുട്ടികളെ ചീറ്റ് ചെയ്യുന്നു, ടീച്ചർമാരെ ചീറ്റ് ചെയ്യുന്നു. ആ ഒരു ഹാബിറ്റ്സ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുഞ്ഞുങ്ങളെ അവരെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ടീച്ചറും ഇതൊരു എന്താ പറയുക, ഒരു ടാസ്ക്കായിട്ട് എടുക്കുക. വരുന്ന പല കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ ഓരോ രീതിയിലായിരിക്കണം ടീച്ചർ ടാക്കിൾ ചെയ്യാൻ പറ്റുക. അതേ പറ്റത്തുള്ളൂ. എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണാൻ പറ്റില്ല ടീച്ചേഴ്സിന്. അത് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്വഭാവത്തിലുള്ള കുട്ടികളാണ്. ഒരുപാട് കുസൃതിയുള്ള പിള്ളേരാണ് ഇപ്പോൾ സ്കൂളിൽ വരുന്നത്. അവരുടെ പ്രായത്തിൽ ഉപരിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ വളരെ മിടുക്കന്മാരും മിടുക്കത്തികളുമാണ്. സോ ഇവിടെയൊക്കെ നമുക്ക് വളരെ പേരൻസിനും ഈ ടീച്ചേഴ്സിനൊക്കെയുള്ള കടമകൾ വലുതാണ്. നാളെ രാജ്യത്തിനുള്ള നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കേണ്ട പ്രധാന ദൗത്യം എത്തിപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളിലും ടീച്ചേഴ്സിലുമാണ്. വലിയ കടമ്പകളുണ്ട്. പേരൻസിന് അറിയുമല്ലോ, നിങ്ങളുടെ കുട്ടികൾ അനുസരണ ഇല്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കഷ്ടപ്പെടുന്നു. അതിനേക്കാൾ എത്രയോ കഷ്ടപ്പാടാണ് ഒരു സ്കൂളിലെ ടീച്ചറിനുണ്ടാകുന്നത്. അവരും ഹ്യൂമൻ ബീയിങ്സാണ്. അവരെ നാം പ്രോത്സാഹിപ്പിക്കണം. ടീച്ചേഴ്സ് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ടീച്ചർ നല്ലതാണോ സുഖമാണെന്ന് നല്ലൊരു വാക്ക് പറഞ്ഞാൽ ടീച്ചേഴ്സിന് അതിൻ്റേതായ ഒരു ഒരു സ്പിരിറ്റ് ഉണ്ടാകും, ഒരു ഡെഡിക്കേഷൻ ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു പേരൻസിനും കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുന്നല്ലോ. അങ്ങനെയുള്ളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് വളരെ നന്നായിരിക്കും. എല്ലാവരുടെയും മോറൽ സൈഡിന് അത് വളരെ സപ്പോർട്ടായിരിക്കും. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും. ടീച്ചേഴ്സിനോടൊന്ന് പറയുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹനശക്തി ഉള്ളവർ ആകേണ്ടതാണ്. സഹനശക്തി പരിമിതികളുണ്ട് എങ്കിലും പേരൻസിൻ്റെ ആപലാതികൾ അങ്ങനെ വിളിക്കുമ്പോൾ അവരെ സ്നേഹവും അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, മോൻ ഇങ്ങനെയുള്ള ഡിഫക്റ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് നോക്കിക്കണമെന്ന് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നാളെ കുട്ടികളുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്നതാണ്, ഭാരതത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പല ടെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്, ആ ടെൻഷൻ ഇല്ലാതാക്കാൻ ഇതൊരു സഹായകരമാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. സാധിച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.